ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സാമ്പാറാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡിലാണ് ഈ സാമ്പാർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള തിക്കായിട്ടുള്ളൊരു സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീട്രൂട്ട് സാധാരണ ചേർക്കാറില്ല. ഞാനിവിടെ മക്കളൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അതിൽ സാമ്പാറിലിടുകയാണെങ്കിൽ ഇതുപോലെ ബീട്രൂട്ട് അവൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഉപ്പേരിക്കൊക്കെ ആണെങ്കിൽ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചക്കറി എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊന്ന് വഴറ്റിയതിന് ശേഷം എണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇതുപോലത്തെ പെട്ടെന്ന് തന്നെ വേവുന്ന പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ പരിപ്പ് ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് കഴുകിയിട്ട് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലവണ്ണം വേവുള്ള പരിപ്പാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പരിപ്പ് വേവിക്കുക. അതിനുശേഷം പച്ചക്കറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചാൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പച്ചക്കറിയുടെ മുകൾ ഭാഗത്ത് എത്തുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കായി വരുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു തിക്നെസ്സിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഞാനിതൊരു 2 വിസിലിന് മാത്രമാണ് വെക്കുന്നത് കേട്ടോ. 2 വിസിലാകുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് പരിപ്പൊക്കെ വെന്തിട്ട് നല്ലൊരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലല്ല നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വെളിച്ചെണ്ണ ഞാനൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. ഈ പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് എണ്ണയിൽ വഴറ്റുന്ന സമയത്ത് കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളും. അതിനുശേഷം ഞാൻ എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ തന്നെയാണൊന്ന് വറവിടുന്നതും മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 4 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് കളർ മാറുന്ന വരെ എണ്ണയിൽ വഴറ്റേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റൽമുളക് കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പച്ചവണ്ണമൊക്കെ മാറുന്നവരെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിൻ്റെ പച്ചക്കറിയിലേക്ക് നമ്മളെ സാമ്പാർ കഷ്ണമൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി ലൂസായി കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ലൂസാക്കിയിട്ടുള്ള ഒരു കറി നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്നിങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നല്ല കിടിലനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടിയും ഇഡ്ഡലീൻ്റെ കൂടിയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു സാമ്പാർ തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്